ഈ KGSനെ എങ്ങനെയെങ്കിലും ഒതുക്കിയില്ലെങ്കിലേ കുഴപ്പമാണ്. പക്ഷേ ഈ കേസിൽ ഇത്രയും പ്രശ്നമുണ്ടെന്നൊന്നും നമ്മുടെ ഋഷിമോൻ അറിയത്തില്ല. അവനെ കൊണ്ട് ഈ KGSന് നമുക്കൊരു ഓഫർ കൊടുപ്പിക്കാം. ആ ശരിയാ നീ പറഞ്ഞ. ചിലപ്പോ അതുകൊണ്ടങ്ങ് തീരും. ഞാനേ അവനോടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ എണീറ്റ് വാ. ഒരു ടെസ്റ്റ് ഡോസ് പോയപ്പോ തന്നെ ഇത്രയും വലിയ കോളിളക്കം ആയല്ലോ സർ. സത്യം എന്തെന്ന് അറിയാനുള്ള ആകാംക്ഷയല്ലേ ഈ കോളിളക്കം. സത്യം അറിയാവുന്നവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ചെയ്തു കൂട്ടിയവരുടെ അവസ്ഥ ടൈം ബോംബും കഴുത്തി തൂക്കി ഓടുന്ന അവസ്ഥയായിരിക്കും ആദ്യത്തിനും സംഘത്തിനും ഒക്കെ. ആദ്യത്തിനെന്ന ഫൂള് ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല. പക്ഷേ ചിത്രാമ ഇനി അവർക്ക് ഉറക്കം കിട്ടില്ല. ആൻസിക്ക് കോടതി ജാമ്യം കിട്ടാതിരിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടുത്ത് അവരെന്തെങ്കിലും ഇൻഫ്ലുവൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. ആൻസിക്ക് ജാമ്യം അനുവദിച്ച് കിട്ടാനുള്ള വാദം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. നോക്കിക്കോ, ഇനി ഇവിടെ വരും അടുത്ത ചാപ്റ്റർ ഏറിയെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. അത് ചിലപ്പോൾ അനന്തകൃഷ്ണനായിരിക്കും. അതൊക്കെ ആ വഴിക്ക് അങ്ങ് നടക്കട്ടെ. പവി, നമ്മൾ തുടരുന്നു. അടുത്ത ചാപ്റ്റർ ആ 15,000 സ്ക്വയർ ഫീറ്റിന്റെ അവകാശിയുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ഫീൽ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. മോനെ ഋഷി ഇങ്ങ് വന്നേ. ഈ കോടനാട് ഫ്ലാറ്റിന്റെ ഇഷ്യൂവേ പണ്ടേ ഉണ്ടായിരുന്നതാ. അത് ഞങ്ങള് ആദിത്യ ഗ്രൂപ്പായിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കണ്ണായ ചില സ്ഥലത്ത് അഡ്വാൻസ് കൊടുത്ത് കുറെ വില്ല പ്രോജക്റ്റും ഫ്ലാറ്റ് പ്രോജക്റ്റും ഒക്കെ തുടങ്ങി. പക്ഷേ മറ്റു പല കമ്പനിക്കാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ? അവര് വില പറഞ്ഞ് അഡ്വാൻസ് കൊടുത്തു വെച്ച പല പ്രോപ്പർട്ടീസും വില കൂട്ടി നമ്മൾ വാങ്ങിച്ചു. നമ്മളായിട്ട് ലാൻഡിന്റെ വില കൂട്ടുന്നു പറഞ്ഞ് അന്ന് വലിയ ഇഷ്യൂ ഒക്കെ വന്നതാ. പക്ഷേ പബ്ലിക്കും ഗവൺമെന്റും ഒക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു. മണ്ണിനും പൊന്നിനും വില കൂടുന്നത് തെറ്റൊന്നുമല്ലല്ലോ. പക്ഷേ അവിടുന്ന് തുടങ്ങിയതാ ഈ പ്രശ്നങ്ങള്. നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിന് ചില ടീമുകള് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി ഓരോ അലിഗേഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. അതിനിപ്പോ അയാൾ ഈ കേസ് ഉണ്ടാക്കി കൊണ്ടുവന്ന കാര്യം എന്താ? ഇടമോനെ, ഇതൊന്നുമില്ല. എന്താണെന്നറിയോ? കായലോരം കയ്യേറി റിസോർട്ട് വച്ചു, അനധികൃത കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ പരിസ്ഥിതിക്കാരെയൊക്കെ കൂട്ടുപിടിച്ച് ഒരു വൃത്തികെട്ട മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ നാട് നന്നാവുന്നത് ഇഷ്ടമില്ലാതെ കുറച്ചു പേരുണ്ടല്ലോ. അത് പ്രതിപക്ഷത്തുമുണ്ട് ഭരണപക്ഷത്തുമുണ്ട്. ഇപ്പൊ എറണാകുളത്ത് തന്നെ കണ്ടില്ലേ, എത്ര ബിൽഡിങ്ങാ അനധികൃതമാണെന്ന് പറഞ്ഞ് പൊളിച്ചു കളയുന്നേ. എത്ര പാവങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ കല്ലും മണ്ണുമായി JCB കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു കളയുന്നേ. ബിൽഡർമാരോടുള്ള ദേഷ്യത്തിന് ഈ പാവങ്ങൾ എന്ത് വേണം? പപ്പ, ഈ KGSന്റെ ഉദ്ദേശം അന്നേരം എന്തായിരിക്കും? അവൻ ഉദ്ദേശം ഒന്നേ ഉള്ളൂന്ന് മോനെ മനസ്സിലായില്ലേ? അയാൾക്കെന്നും വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതിനെന്തെങ്കിലും കേസൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നോളൂ. ഡൽഹിയിൽ നിന്നുള്ള പത്രക്കാരും മീഡിയക്കാരും ഓടിച്ചു വിട്ടതാ സഹിക്കാൻ വയ്യാതെ. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യേ, ഒന്നും അറിയാത്തതുപോലെ അവനെ പോയിന്ന് കാണ്. മമ്മി, ഞാൻ പോയി കണ്ടിട്ട് എന്ത് പറയാനാ പുള്ളിയോട്? മോനെ, അവന് പബ്ലിസിറ്റിയും പോപ്പുലാരിറ്റിയും ഒക്കെയാണ് വേണ്ടത്. അവനൊരു പുതിയ ചാനൽ തുടങ്ങാനുള്ള ഫണ്ട് നമ്മൾ കൊടുക്കാന്ന് പറ. ഒരു 100-400 കോടി. അതിനൊക്കെ ഫണ്ട് എവിടെ നടി? അതിനൊക്കെ ചില വഴികളുണ്ട്. ഈ ബാങ്കുകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാ? മോനെ, ഞാൻ പറഞ്ഞു തരാം വഴികളൊക്കെ. എന്തായാലും മോൻ രാവിലെ അയാളുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിപ്പോയെന്ന് കാണ്. കോടനാട് കെണിയായിട്ട് അവ ഇറങ്ങിയിരിക്കുവാണെങ്കിൽ അവനുള്ള കെണി നമ്മൾ വേറെ ഒരുക്കും, അതുറപ്പാ. ശരി. നീ കണ്ടോടി അവന്റെ ഒരു പൗരുഷം കണ്ടോ? അവൻ മാത്രം വിചാരിച്ചാ മതി, ഈ കേസ് എല്ലാം ഒതുങ്ങും. എനിക്ക് ഉറപ്പാ. അതൊക്കെ ശരിയാ. അവൻ അവന്റെ പെണ്ണുമ്പിള്ളയുടെ മുമ്പിലൂടെ നിങ്ങൾ പറഞ്ഞ ഈ പൗരുഷം കാണിച്ച കൊള്ളായിരുന്നു.